നമ്മൾ അടുത്ത് നോക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് ജോമെട്രിക് മീൻ ആണ്. അപ്പോൾ എന്താണ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീൻ ഓഫ് n ഒബ്സർവേഷൻസ്. n ഒബ്സർവേഷൻസിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് observations is the nth root of product of the observation. nth root of product of the observations. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീനിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ജോമെട്രിക് മീൻ? ഡിഫൈൻ ചെയ്യുന്നത് ജോമെട്രിക് മീൻ ഓഫ് n ഒബ്സർവേഷൻസ് ഇസ് ദ nth റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, റോ ഡാറ്റയിൽ എങ്ങനെയാണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ്, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് മീൻ ഇൻ റോ ഡാറ്റ. ജോമെട്രിക് മീൻ ഇൻ റോ ഡാറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റോ ഡാറ്റയിൽ വെറും ഒബ്സർവേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. x1, x2, etc. xnb n ഒബ്സർവേഷൻസ്. ദെൻ ദർ ജോമെട്രിക് മീൻ ഇസ് ഗിവൺ ബൈ എന്താ പറഞ്ഞിരിക്കുന്നത്? nth റൂട്ടാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് nth root of product of the observation x1 into x2 etc. into xn. അതായത് ഇപ്പം നമ്മുടെ അടുത്ത് 3 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത് വിചാരിക്കുക, 10, 20, 30. അപ്പോൾ ഇവരെ ജോമെട്രിക് മീൻ എന്തായിരിക്കും? ജോമെട്രിക് മീൻ വിൽ ബി ഈക്വൽ ടു 3 ആണല്ലോ. അപ്പോൾ തേർഡ് റൂട്ട് ഓഫ് 10 into 20 into 30. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീന് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഫോർമുല നമ്മൾ ഈ ഡയറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ചിലപ്പം ഇപ്പോൾ ഈ ഫ്രീക്വൻസി ഒക്കെ വരുന്ന കാൽക്കുലേഷനിലൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവും. ഇങ്ങനത്തെ റൂട്ട് കാണാനൊക്കെ വേണ്ടിയിട്ടുള്ളതും പവർ കണ്ട് റൂട്ട് കാണാനൊക്കെ കുറേ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഫോർമുലേനെ വേറൊരു മാറ്റം വരുത്തി ലോഗും ആൻറ്റി ലോഗൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ എങ്ങനെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ദിസ് ഈസ് ഈക്വൽ ടു nth റൂട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് പവറിൻ്റെ ടേംസിൽ പറയുകയാണെന്ന് വെച്ചാൽ x1 ഇൻറ്റു x2 എക്സെട്ര ഇൻറ്റു xn ഹോൾ റേസ് ടു 1/n അല്ലേ. nth റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ റേസ് ടു 1/2 ആണ്. അപ്പോൾ nth റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോൾ റേസ് ടു 1/n. അപ്പോൾ ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻ ഹോൾ റേസ് ടു 1/n ആണ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഈ പവറിലാണ് ഈ 1/n നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലോഗരിതം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ? ദറ്റ് ഈസ് ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 എക്സെട്ര ഇൻറ്റു xn ഹോൾ റേസ് ടു 1/n. അപ്പം ലോഗരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലോഗരിതത്തിന് പവറിലുള്ള ആളുകളെ അത് താഴേക്ക് ഇറക്കി കൊണ്ടുവരും. അപ്പോൾ ലോഗരിതം ഓഫ് a റേസ് ടു m എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എമ്മിനെ താഴേക്ക് കൊണ്ടുവരും. ദറ്റ് ഈസ് m log a എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ ഇവിടെ പവറിൽ ആരാ ഉള്ളത്? 1/n ആണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് 1/n ഇൻറ്റു ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 എക്സെട്ര ഇൻറ്റു xn അല്ലേ. അതായത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലോഗരിതം ഓഫ് ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 എക്സെട്ര ഇൻറ്റു xn. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്രോഡക്റ്റാണ്, അതിൻ്റെ ലോഗരിതമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോഗരിതത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ലോഗരിതം ഓഫ് a ഇൻറ്റു b എന്ന് വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ലോഗ് a പ്ലസ് ലോഗ് b എന്ന് എഴുതിക്കൂടെ? അപ്പം ഇത് നമുക്കിവിടെ ഉപയോഗിക്കാം. ദിസ് ഈസ് 1/n ഇൻറ്റു ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 എക്സെട്ര xn നമുക്ക് എങ്ങനെ എഴുതാം? ലോഗരിതം ഓഫ് x1 പ്ലസ് ലോഗരിതം ഓഫ് x2 എക്സെട്ര പ്ലസ് ലോഗരിതം ഓഫ് xn. ഈ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ n വേരിയബിൾസിനാണ് നമ്മൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു നമുക്ക് സമ്മേഷൻ വെച്ചിട്ട് എഴുതാം. സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n ലോഗ് xi അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ലോഗ് xi ഡിവൈഡഡ് ബൈ n. i ഈസ് ഈക്വൽ ടു 1 to n. അത് ലോഗ് ജോമെട്രിക് മീൻ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ജോമെട്രിക് മീൻ അല്ലേ. വാട്ട് ഈസ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ലോഗിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ, അതായത് ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് xi ഡിവൈഡഡ് ബൈ n. ഇങ്ങനെയാണ് മറ്റൊരു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫോർമുലയാണ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ഇൻ റോ ഡാറ്റയാണ് ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് xi ബൈ n, i റണ്ണിങ് ഫ്രം 1 to n. ഇതാണ് ജോമെട്രിക് മീനിനുള്ള ഫോർമുല. ഇവിടെ ലോഗരിതം കാണണം, ആൻറ്റി ലോഗരിതം കാണണം, എന്നിട്ടാണ് നമ്മൾ കാൽക്കുലേഷനൊക്കെ നടത്തുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ്.
അപ്പോൾ ഇവിടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് 12, 18, 23, 24, 30 ആൻഡ് 32. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതി വയ്ക്കാം. ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഇസ് ആൻറ്റി ലോഗ് ഓഫ് summation I is equal to 1 to n log xi divided by n. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല. അപ്പോൾ ഫോർമുലയിൽ നമുക്കിപ്പോൾ ഇവിടെ അറിയുന്നത് എക്സൈകൾ മാത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എക്സൈന്ന് നമുക്ക് തുടങ്ങാം. നോക്കുമ്പോൾ എന്താ വേണ്ടത്? വെറും എക്സൈകളല്ല ഇവിടെ വേണ്ടത്, ലോഗ് എക്സൈ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ലോഗ് എക്സൈകൾ കണ്ടുപിടിക്കുന്നു. ലോഗ് എക്സൈകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുക. ലോഗരിതം എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി 12 അമർത്തുക. അപ്പം ലോഗ് കാണുമ്പോൾ കിട്ടുന്നത് 12ൻ്റെ ലോഗരിതം കിട്ടുന്നത് 1.0791. 4 ഡെസിമൽ പ്ലേസസ് എടുത്താൽ മതി ലോഗരിതത്തിന്. നമ്മൾ 1.2552 18ൻ്റെ ലോഗരിതം. ലോഗ് 23 എന്ന് പറയുന്നത് 1.3617. ലോഗ് 24 എന്ന് പറയുന്നത് 1.3802. ലോഗ് 30 എന്ന് പറയുന്നത് 1.4771 ആൻഡ് ലോഗ് 32 ഈസ് 1.5051. അപ്പം ലോഗ് എക്സൈകൾ നമ്മൾ കിട്ടി. നമുക്കിവിടെ എന്താ വേണ്ടത്? ലോഗ് എക്സൈകളുടെ സമ്മാണ്. അപ്പോൾ സമ്മേഷൻ ലോഗ് എക്സൈ നമുക്ക് കാണണം. ഈ ലോഗ് എക്സൈകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 8.0586 ആണ് അല്ലേ. ഇവിടെ n എന്താണ്? എത്ര ഒബ്സർവേഷൻസ് ആണ് നമുക്കുള്ളത്? നമ്മളടുത്ത് ഇവിടെ 6 ഒബ്സർവേഷൻസ് ആണുള്ളത്. ഹിയർ n is equal to 6 അല്ലേ. അപ്പോൾ നമുക്ക് ജോമെട്രിക് മീനിൻ്റെ ഫോർമുലയിലേക്ക് പോവാം. അപ്പോൾ ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് എക്സൈ കിട്ടിയത് 8.0586 ഡിവൈഡഡ് ബൈ n. n is 6. ഇപ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യാം. ആൻറ്റി ലോഗ് ഓഫ് ഇതിനെ 8.0586നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.3431 എന്നുള്ള ആൻസറാണ് കിട്ടുക. അതിൻ്റെ ആൻറ്റി ലോഗാണ് കാണേണ്ടത്. അത് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് എന്നടിച്ചിട്ട് ഈ നമ്പർ എടുക്കുമ്പോഴാണ് ആൻറ്റി ലോഗ് കിട്ടുന്നത്. ദറ്റ് ഈസ് ആൻറ്റി ലോഗ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 22.03 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത് ഇൻ റോ ഡാറ്റ. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ജോമെട്രിക് മീൻ ഓഫ് 120, 82, 65, 108 ആൻഡ് 97 അല്ലേ. അപ്പോൾ നമുക്ക് ജോമെട്രിക് മീനിൻ്റെ ഫോർമുല എഴുതാം. വാട്ട് ഇസ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ I is equal to 1 to n log xi ഡിവൈഡഡ് ബൈ n. ഇതാണ് നമ്മളെ ഫോർമുല. ഇവിടെ n എത്രയാണ്? ഇവിടെ 5 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ ഹിയർ n is equal to 5. നമ്മൾ എക്സൈകൾ നമ്മൾ എടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ലോഗ് എക്സൈകളാണ്. അപ്പം നേരത്തെ പോലെ തന്നെ നമുക്ക് ലോഗരിതം കണ്ടുപിടിക്കാം. ലോഗ് എക്സൈ. അപ്പോൾ 120യുടെ ലോഗരിതം എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 2.0791. 82ൻ്റെ എടുക്കുമ്പോൾ 1.9138. 65യുടെ ലോഗ് 1.8129. 108ൻ്റെ ലോഗ് 2.0334. 97ൻ്റെ ലോഗ് 1.9867. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോഗരിതം കണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് സമ്മേഷനാണ്. ലോഗ് എക്സൈ സമ്മേഷൻ ലോഗ് എക്സൈ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളവർ സമ്മ് ചെയ്യുന്നു. സമ്മേഷൻ ലോഗ് എക്സൈ ഇവരെല്ലാവരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.8259 എന്നുള്ള ആൻസറാണ്. ഇപ്പോൾ ജോമെട്രിക് മീനിൻ്റെ ഫോർമുലയിലേക്ക് വരിക. ദറ്റ് ഈസ് ആൻറ്റി ലോഗ് ഓഫ് 9.8259 ഡിവൈഡഡ് ബൈ 5 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.96518 ഇതാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗ് കാണുക. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് ലോഗ് എന്നമർത്തിയിട്ട്
1.96518 അടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 92.29. അതാണ് ജോമെട്രിക് മീൻ. ഈ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ ജോമെട്രിക് മീൻ 92.29 ആണ് നമുക്ക് കിട്ടുന്നത്.